കണ്ണൂർ മാടായി കോളേജ് നിയമനവുമായി ബന്ധപ്പെട്ട് MK രാഘവൻ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം. അഭിമുഖത്തിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥിയാണ് ആരോപണം ഉന്നയിച്ചത്. 10 ലക്ഷം മുൻകൂറായും 5 ലക്ഷം നിയമന ശേഷവും ആവശ്യപ്പെട്ടുവെന്നും ഉദ്യോഗാർത്ഥി. വിവരങ്ങളുമായി നിഖിൽ അളവൂരുണ്ട്. നിഖിൽ, നിയമനത്തിൽ രാഷ്ട്രീയമൊന്നും കലർത്താൻ സാധിക്കില്ല, അത്തരത്തിലൊക്കെയുള്ള പ്രതിരോധവാദങ്ങൾ ഉന്നയിച്ച് MK രാഘവൻ MP വീണ്ടും പ്രതിരോധത്തിലേക്കാകുന്ന സാഹചര്യം. എന്തൊക്കെയാണ് ഉദ്യോഗാർത്ഥി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? തീർച്ചയായും സംഗീത, ഈ വിഷയത്തിൽ MK രാഘവൻ തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഈ അഭിമുഖത്തിൽ തന്നെ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് തന്നെ ഇത്തരത്തിൽ ഈ 15 ലക്ഷം രൂപ കോഴയായി വാങ്ങിയിട്ടുണ്ട്, അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് MK രാഘവൻ എന്ന ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കല്യാശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ കല്യാശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയായ TV നിതീഷാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത്. നിതീഷും ഈ അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു. ഈ കോളേജ് മാനേജ്മെന്റിലെ സർക്കാർ പ്രതിനിധിക്ക് അയച്ച കത്തിലാണ് നിതീഷ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കാരണം ഈ ഒരു അഭിമുഖത്തിൽ തന്നെയും താനും പങ്കെടുത്ത ആളാണ്. പക്ഷേ നേരത്തെ തന്നെ ഇത്തരത്തിൽ കോഴ വാങ്ങി ആളുകളെ നിയമിച്ചതിന് ശേഷം മറ്റുള്ള ആളുകളെ അപമാനിക്കുന്ന തരത്തിലാണ് മാനേജ്മെന്റ് നടപടിയെടുത്തത്. അങ്ങനെ ഒരു നടപടിയിലൂടെ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിൽ സർക്കാർ പ്രതിനിധി ഒപ്പുവെക്കരുത് എന്നുകൂടി ആ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതിനൊപ്പമാണ് ഈ ഗുരുതരമായ ആരോപണം, ഈ കൈക്കൂലി ആരോപണം ഉന്നയിക്കുന്നത്. 10 ലക്ഷം രൂപ മുൻകൂറായും ഒപ്പം തന്നെ 5 ലക്ഷം രൂപ നിയമന ശേഷവും MK രാഘവൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് റാങ്ക് ലിസ്റ്റിലേക്ക് ആളുകളെ ഉൾപ്പെടുത്താൻ ശ്രമം നടത്തുന്നത് തുടങ്ങിയ അതീവ ഗുരുതരമായ ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ MK രാഘവൻ MPക്കെതിരെ ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ ഈ കോളേജ് ഭരണസമിതിയുടെ ചെയർമാനായ MK രാഘവനെതിരെ വലിയ പ്രതിഷേധമാണ് കണ്ണൂരിലെ വിവിധ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ കോൺഗ്രസിനകത്ത് നടക്കുന്നത്. പയ്യന്നൂർ, പഴയ മാടായി തുടങ്ങിയ മേഖലകളിൽ വലിയ പ്രതിഷേധം ഇത് രൂപപ്പെടുന്നു. മാത്രമല്ല മണ്ഡലം കമ്മിറ്റി ഒന്നാകെ ഇന്ന് മാടായി കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റി ഒന്നാകെ ഇന്നലെ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. DCC ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്, DCC ചില നടപടികൾ എടുത്തെങ്കിൽ പോലും, അതായത് ഈ ഡയറക്ടർ ബോർഡിലെ 5 അംഗങ്ങൾക്കെതിരെ നടപടി എടുത്തെങ്കിൽ പോലും അതല്ല ആവശ്യം. MK രാഘവൻ നടത്തുന്ന ഇത്തരത്തിലുള്ള വഴിവിട്ട നീക്കങ്ങൾ, ആ നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്നതാണ് ഇപ്പോൾ ഈ പ്രാദേശിക നേതാക്കളുടെ ഉൾപ്പെടെ ആവശ്യം. അതിൽ നിന്ന് അവർ പിന്നോട്ട് പോകുന്നുമില്ല. ഇന്നിപ്പോൾ വൈകുന്നേരം MK രാഘവന്റെ പയ്യന്നൂരിലെ വീട്ടിലേക്ക് ഈ പ്രതിഷേധം ഉയർത്തുന്ന യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ശരി നിഖിൽ, ഈ അഭിമുഖത്തിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥി സംസാരിക്കുന്നതിലേക്ക് പോകാം. ശനിയാഴ്ച നടന്ന രണ്ടാമത് ഇന്റർവ്യൂ ചെയ്തത് തന്നെയാണ്. അതേസമയം തന്നെ ഇന്റർവ്യൂ ബോർഡിലുള്ള സർക്കാർ പ്രതിനിധിക്ക് ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. MK രാഘവൻ MPയുടെ ബന്ധുവായ ധനേഷ്, പിന്നെ പയ്യന്നൂർ സ്വദേശി പരട്ടി പൊതുവാൾ എന്നിവർക്ക് നേരത്തെ ഈ ജോലി വാഗ്ദാനം ചെയ്തതായി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് അതിനുവേണ്ടിയുള്ള സാമ്പത്തികവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേര് വെച്ച് തന്നെ ഞാൻ സർക്കാർ പ്രതിനിധിക്ക് ഞാൻ പരാതി കൊടുത്തു. ആ പരാതിയുടെ കോപ്പിയാണിത്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ MP പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഇത് സർക്കാർ പ്രതിനിധി ഇതിൻ്റെ കോപ്പി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് കൂടി അദ്ദേഹം ഇതിൽ പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ട്. ഈ പരാതിയിൽ പറഞ്ഞ വ്യക്തികൾക്ക് തന്നെയാണ് ഇപ്പോൾ മാടായി കോളേജിൽ ജോലി കിട്ടിയിട്ടുള്ളത്. അവരിൽ നിന്ന് 10 ലക്ഷം രൂപയിൽ അധികം കോഴ വാങ്ങിയിട്ടും ആണ് ഈ നിയമനം നടത്തിയിട്ടുള്ളത്.